വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഇന്നലെ 5:30-ക്ക് 6-നുമിടയിൽ ആ കൊലയാളി നായ കടന്നു വന്ന വഴിയാണ്. ഈ വഴിയിലൂടെ കടന്ന് ഈ വീടിനകത്തേക്ക് കയറി വീടിനകത്ത് നിരാലംബമായി കിടന്നിരുന്ന വളരെ പാവപ്പെട്ട കാർത്തിയായനി എന്ന അമ്മൂമ്മയെ കടിച്ചു കീറുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അവരുടെ മകനെയും ആ രീതിയിൽ തന്നെ ആക്രമിച്ചു. അതിനുശേഷമാണ് ഈ നായ ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. പിന്നീട് ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ നായയെ പിടികൂടി. ഇപ്പോൾ കൊന്നിട്ടുണ്ട് നായ. അന്ന് നായയെ പിടികൂടുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഋഷി നമ്മുടെ ചേരുന്നു. എപ്പോഴായിരുന്നു നായയെ പിടികൂടിയത്? നായ ഇന്നലെ 1 മണിയോട് കൂടിയിട്ടാണ് വെള്ളർക്കാട് പള്ളിക്ക് സമീപം വെച്ചാണ് പിടികൂടിയത്. അത് ഏറെ നേരത്തെ പരിശ്രമം എന്ന് പറയില്ലോ. ഇന്നലെ ഈ സംഭവം ഉണ്ടായിട്ട് ഒരു 6-7 മണിയോടുകൂടി ആളുകൾ തെരച്ചിൽ തുടങ്ങി. കാരണം ഇവിടെ ഒരു തൊഴിലാളിനെ കടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ വളർത്തു നായ്ക്കളെ കടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നാട്ടുകാരും എരുമപ്പെട്ടി പോലീസ്, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികൾ വലിയൊരു ജനക്കൂട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ തെരച്ചിൽ നടത്തിയിട്ട് കാണാൻ പറ്റിയില്ല. ഒരു തവണ വല എറിഞ്ഞിട്ട് നോക്കിയപ്പോൾ വലയിൽ നിന്ന് ചാടിപ്പോയി. അങ്ങനെ ഇത് ഇവിടെയൊക്കെ കാട് പിടിച്ച പ്രദേശമാണ്, പെട്ടെന്ന് അങ്ങനെ പിടിക്കാനൊന്നും കിട്ടില്ല. അങ്ങനെ തെരഞ്ഞ് നടന്ന് അതിൻ്റെ ഇടയിൽ എരുമപ്പെട്ടി പോലീസ് വെള്ളറക്കാട് പള്ളിയുടെ അവിടെ വെച്ചിട്ട് നായനെ കാണുകയാണ്. അങ്ങനെ പോലീസും നാട്ടുകാരും കൂടി അവിടെ വല എറിഞ്ഞ് പിടിച്ചിട്ട് ഒരു 1:30 കൂടിയിട്ട് കടങ്ങോട് പഞ്ചായത്തിന്റെ ആംബുലൻസിൽ മണ്ണുത്തിക്ക് കൊണ്ടുപോയി. തനി നമ്മുടെ തെരുവുനായനെയാണ്, അതായത് മറ്റേതിൽ വളർത്തുനായ ഇവിടെ നിന്ന് വന്നതാണ്? എങ്ങനെയാണ് ഇത്? തെരുവുനായുടെ ഒരു ലക്ഷണമല്ല കാണുമ്പോൾ, കാരണം ഇതൊരു മിക്സഡ് പോലത്തെ ഒരു വളർത്തുനായുടെ ഒരു ലക്ഷണമാണ് കാണുമ്പോൾ തോന്നുന്നത്. കാരണം നല്ല ആരോഗ്യമുള്ള നായയാണത്. നായനെ ഈ മതിലൊക്കെ ചാടിയിട്ട് നായ പോയായിരുന്നു. കുറച്ച് ഉയരൊക്കെ സാധാ തെരുവുനായ പോലല്ല. ഒരു സംശയമുണ്ട്. കാരണം ഇന്നലെ തന്നെ പേവിഷബാധയുടെ ലക്ഷണമൊക്കെ നായ്ക്കുണ്ടായിരുന്നു. അപ്പോൾ അതാണ് സാധ്യത. കാരണം നടന്ന് കടിക്കുകയാണല്ലോ എല്ലാവരെയും. അപ്പോൾ വലിയൊരു പരിഭ്രാന്തിയിലായിരുന്നു ഇത്. ഈ 1 മണിയോട് കൂടി നായനെ പിടിച്ചപ്പോഴാണ് ആളുകൾക്കൊരു ആശ്വാസമായത്. ഇവിടെ സ്കൂളുണ്ട്, കോളേജ്. അരുൺകുമാർ, ഇത് ഈ സമീപത്ത് അരുൺകുമാർ, ഈ സമീപത്തെ വീടുകളിലെ നായയെ വരെ കടിക്കുന്ന സ്ഥിതിയുണ്ട്. ഇവരുടെ അടുത്ത ബന്ധുക്കൾ തന്നെയാണ് ഈ വീട്ടിൽ ഉള്ളത്. നമുക്ക് അവരോടും കൂടി ഒന്ന് ചോദിക്കാം എന്താണ് ഇന്നലെ ഇവിടെ സംഭവിച്ചത് എന്ന കാര്യം. അവരോടും കൂടി ചോദിക്കാം നമുക്ക്. ഇപ്പോൾ അവരെല്ലാവരും പേടിച്ച് നിൽക്കുകയാണ്. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? എത്ര മണിക്കാണ് ചേച്ചി ഇത് ഉണ്ടായത്? 6 മണി നേരത്ത് വീട്ടിലുണ്ടായിരുന്നു. ഞങ്ങൾ അറിഞ്ഞില്ല. അവിടെ അടുത്ത ചേട്ടൻ വന്ന് വിളിച്ചപ്പോഴാണ് കാര്യങ്ങൾ അറിഞ്ഞത്. നായ വന്ന് കടിച്ചു ഒന്നും അറിയാൻ പറ്റി? കടിച്ചത് ഞങ്ങളുടെ നായനെ കടിച്ചത് അറിഞ്ഞു. ഇവിടെ മക്കളെ മേലെടുപ്പിക്കുന്ന നേരത്ത് അമ്മ വന്ന് നായനെ ഓടിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അറിഞ്ഞത്. ഇവിടെ ഈ കിടക്കുന്ന നായനെ അപ്പൊ അത് അവിടെ നിന്ന് കടിച്ചു വന്നതിന് ശേഷമാണ് ഇവിടെ ഉണ്ടായത്? ആദ്യം ഇവിടുന്ന് കടിച്ചിട്ട് ഓടിയതാണെന്ന് തോന്നുന്നത്. ആദ്യം നായനെ കടിക്കുക, പോയത് അല്ലേ? നേരെ അങ്ങോട്ട് കയറിയത് കണ്ടില്ല. പിന്നെ അമ്മ ഓടിപ്പിച്ച് വിടായിരുന്നു ചെയ്തത്. അരുൺകുമാർ, എന്തായാലും ഒരു ദാരുണമായ സംഭവമായി പോയി. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത അത്രയേറെ വേദനാജനകമായ ഒരു കാര്യമാണ്. ഒരു വയോധികയെ മാത്രമല്ല, അവരുടെ മകനെയും അതുപോലെ തന്നെ ഈ സമീപത്ത് ഉണ്ടായ മറ്റൊരാളെയും ഈ നായ, ഈ കൂട്ടിക്കിടക്കുന്ന നായയെ കടിച്ചു. അതും വയ്യാതിരിക്കുകയാണ്. ഇങ്ങനെ ഒരു കൊലയാളി നായ എല്ലാ പരിസരത്തും മുഴുവൻ പരിഭ്രാന്തിയും ആശങ്കയും രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് ഏകദേശം 1-നും 2-നും ഇടയിൽ. അതെ, എന്തായാലും അതിലൊരു ആശ്വാസമുണ്ട് ജെയ്സൺ. നമുക്ക് വളരെ ഞെട്ടിക്കുന്ന വാർത്തയായിട്ടാണ് അത് തോന്നിയത്. കാര്യം ഒരു കിടപ്പുരോഗിയെ ഒരു നായ കടിച്ചു കൊല്ലുക, അതും അയോധ്യയായ ഒരു സ്ത്രീ അവരുടെ മാനസികാസ്വസ്ഥയുള്ള മകനെ നായ കടിക്കുക, വളരെ അപകടകാരിയായ നായ ഒടുവിൽ ഏറെ ശ്രമപ്പെട്ട് പിടികൂടിയിരിക്കുന്നു എന്നൊരു ആശ്വാസ വാർത്ത കൂടി ഈ വാർത്താ പ്രഭാതത്തിൽ എത്തുകയാണ്. ജെയ്സൺ ചമവളപ്പിലാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.